ഓണാക്കിയോ? കണ്ണട വെറുതെ സ്റ്റൈലിൽ വെച്ചേക്കോ. അതായത് സിദ്ദിഖിനെ കാണാനില്ലാത്തതല്ല, സിദ്ദിഖ് ഒളിവിലാണ്. സിദ്ദിഖായിട്ട് ഒളിവിൽ പോയിരിക്കുകയാണ്, സിദ്ദിഖ് പാത്തിരിക്കുകയാണ്. അപ്പോ സിദ്ദിഖിനെ പിടിക്കാൻ പോലീസിന് പറ്റുന്നില്ല. പാവം പോലീസ് ഭയങ്കര കഷ്ടമായി പോയി. കേരള പോലീസ് സിദ്ദിഖിനെ കാണാൻ കിട്ടുന്നില്ല. അപ്പൊ ലുക്കൌട്ട് നോട്ടീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലയിടത്തും നീ നാട്ടുകാരെ പിടിച്ചു കൊടുക്കണമെന്നാ. നീ നമ്മളെ കണ്ടേ, നമ്മൾ സിദ്ദിഖിനെ പിടിച്ച് പാരിതോഷികം വല്ലതും കൊടുക്കൂ. ഈ ആൾക്ക് ഇത്ര രൂപ റാൻസം കൊടുക്കുന്നതായിരിക്കും, അങ്ങനെ വല്ലതും കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരും പിടിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ലുക്കൌട്ട് നോട്ടീസ് എന്നുള്ളത് മാറ്റി അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് തിരുത്തിയാൽ മതി. ലിക്കൌട്ട് നോട്ടീസ് എന്നുള്ള അടിക്കുവാണ് സിദ്ദിഖ് തന്നെ വരും. സാറേ എവിടെ അത് ചോദിക്കും. അത് കുറച്ചൊരു ബുദ്ധിപരമായ ഒരു നീക്കമായിരിക്കും കേട്ടോ. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഈ പുള്ളി അങ്ങനെ ഉണ്ടാ ചിലപ്പോ വീഴാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചില കുരുക്കുകളുണ്ട്. പിന്നെ ഇൻസേർട്ട് SD കാർഡ് എന്ന് ഇൻസേർട്ട് ഇല്ല, ലിക്ക് മതിയോ? ക്യാമറയ്ക്ക് SD കാർഡ് വേണോ? SD കാർഡിന് കുറച്ച് തെളിവുകൾ എടുക്കാനുള്ളതുകൊണ്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചു. അതുകൊണ്ട് എടുത്ത് മാറ്റി ലാപ്പിലോട്ട് സേവ് ചെയ്ത് എടുക്കാൻ മറന്നുപോയി. മഴ തെളിവുകളുണ്ടല്ലോ കുറച്ച്. മറ്റേ ഞാൻ കഴിഞ്ഞ ദിവസം സിദ്ദിഖിനെ കണ്ടാന്ന് റോഡിൽ കൂടെ നടന്നു പോകുന്നത്. അപ്പൊ അതിന്റെ വീഡിയോ കൊടുക്കുക, അവരെടുത്തോണ്ട് വരുമോ നോക്കാലോ. അല്ല, ഇപ്പൊ കണ്ടാൽ എന്ത് ചെയ്യണം? സിദ്ദിഖിനെ എങ്ങനെ പിടിക്കണ്ടേ? സിദ്ദിഖിനെ പിടിക്കാൻ പറ്റില്ല. എങ്ങനെ പിടിക്കും നാട്ടുകാര്? അങ്ങനെ കിട്ടുന്ന ഒരാളല്ല സിദ്ദിഖ്. സിദ്ദിഖിനെ പിടിക്കാന്ന് പറ്റത്തില്ല, പോലീസൊന്നും കിട്ടത്തില്ല. കേരള പോലീസിനല്ല, ഇന്റർപോൾ അന്വേഷിച്ചാൽ പോലും സിദ്ദിഖിനെ കിട്ടത്തില്ല. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് കേട്ടോ, മനസ്സിലാക്കുക. അതാണ് സിദ്ദിഖ്. കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോൾ. ഐ ആം സിദ്ദിഖ്. ഹൂസ് ദിക്? ഐ ആം സിദ്ദിഖ്. വാട്ട് ഡു യു വാണ്ട്? ഐ വാണ്ട് എ പ്ലേസ് ടു ഹൈഡ്. ഗോ ആൻഡ് ഹൈഡ് ഇൻ സമോസ. അങ്ങനെ പറഞ്ഞു. അയ്യോ അയ്യോ, എന്നാ സീനാണോ. സിദ്ദിഖ്. ഹൂസ് ദിക്? I want a place to hide. Go and hide in സമോസ. അയ്യോ, എന്നെ വിറ്റാണേ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. ഇതെന്തിനും നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് പോലീസിന്? ഞാനാണ് ഉള്ള കാര്യം പറയാം. അല്ല, സിദ്ദിഖിനെ കണ്ട കാണിച്ചു കൊടുക്കത്തില്ല. എന്തിനാ ഇവർ ഇത്രയും വലിയ ഫോഴ്സ്? ക്യാമറ, നാട്ടുകാരൊക്കെ ചെറിയൊരു സാധാരണക്കാരൻ ഇതോടെ ഒരു സ്കൂട്ടറെ പോവോ? അവന്റെ വണ്ടിയുടെ അങ്ങേറ്റത്തെ ലൈറ്റിന് മങ്ങലാന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തുന്ന ടീം അത്രയെ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തുന്നു. വണ്ടിക്കകത്ത് ഇരിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ? പുറകെ ഇരിക്കുന്നവൻ സംസാരിക്കുന്നുണ്ടോ ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ? ഇതൊക്കെ പറയുന്ന ടീംസ്. ഇത് MVD AP കേസ്. അവരാണ് പെട്ടെന്ന് സിദ്ദിഖ് എതുവഴി പോയാലും വേണം കണ്ടുപിടിച്ചു തരും. ക്യാമറ എന്തിനു വെച്ചൊക്കെ ഈ സാധാരണക്കാരന്റെ ഒക്കെ പോക്കറ്റ് അടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയതല്ലാതെ ഇതുപോലെ ആരെങ്കിലും മുങ്ങിയാലോ മുങ്ങുന്ന പോലെ കാണിച്ചാലോ ഒന്നും പിടിക്കാനുള്ള സാധനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതൊക്കെ ഉപയോഗിക്കുന്നത്? അല്ല, അറിയാൻ വേണ്ടി ഇവിടെ ഉള്ളവരെ പോക്കറ്റ് അടിക്കാനുള്ള എല്ലാ സാധനവും വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പോക്കറ്റ് അടിക്കാരും നല്ലപോലെ ജോലി ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ ജോലി ചെയ്യുന്നില്ലെന്നുള്ള അതിനകത്ത് മനസ്സിലാകുന്നത്. അല്ല, പിന്നെ എന്താ പറയണ്ടേ? എന്തെങ്കിലും ചെറിയൊരു കാര്യം നടക്കട്ടെ. ഏതെങ്കിലും പാവപ്പെട്ട എന്ത് ചെയ്താൽ ഒരു പച്ചക്കറിയും കൊണ്ടെടുത്തിന് ഇച്ചിരി വണ്ടി വല്ലതും എടുത്തോണ്ട് പോയി അവന്റെ പറയൂ. ഓരോ എന്തെല്ലാം കിടക്കുന്നു ഇവിടെ. ഇപ്പൊ നമ്മുടെയൊക്കെ കേസ് വെച്ച് നോക്കിയാൽ തന്നെ സെയ്ത്താനെ പോക്കാനൊക്കെ ഭയങ്കര ഊർജ്ജവും എന്തുവാന്ന് അറിയത്തില്ല. എവിടുന്ന ഈ ആവേശം എന്ന് അറിയത്തില്ല. തൊപ്പിയുടെ കഥയായിട്ട് രാത്രി പൊളിച്ച് എമർജൻസി ആയിട്ട് അറസ്റ്റ് ചെയ്യേണ്ട ആൾക്കാരാണ്. FIR ഇട്ട് അന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന്. അത്രയും നേരം കൊണ്ട് നമ്മളെയൊക്കെ പിടിക്കാറിയാലോ. ഈ തൊപ്പി വളയെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അവനെ FIR ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് രാത്രി എവിടെ നിന്ന് വാളാഞ്ചേരി നാള് വന്ന് കൊച്ചി വന്ന് പൊക്കാൻ. അതിനൊക്കെ ഇത്രയും പൈസ മുടക്കി ഒരു പരിപാടി നടത്തുമ്പോ ഇത്രയും ചെറിയ കേസ്. ഇത് വളരെ ചെറിയ കേസല്ലേ, ചെറിയൊരു കേസല്ലേ. കുറച്ച് അച്ചാറുണ്ടോ, ടച്ചിങ്സിനാണ് എന്ന് പറയുന്ന ഒരു കുറ്റമാണോ? തൈര്, മീൻകറി, ചോറ്, അത്ര ചെയ്തിട്ടുള്ളൂ. പിന്നൊരു പട്ടവും പറപ്പിച്ച് എന്നൊരു പാട്ട് പാടി. അതിനൊക്കെ ഒരാളെ പിടിക്കേണ്ട കാര്യമുണ്ടോ? പോലീസുകാർക്കെല്ലാം നല്ലോണം അറിയാം ആരെയാ പിടിക്കേണ്ടത്, ആർക്കിട്ടാ പെറ്റി കൊടുക്കേണ്ടത്, ആരുടെ ലൈസൻസ് ആണ് ആജീവനാന്തം കട്ടാക്കേണ്ടത്. ഇയാളൊക്കെ ഇനി ആജീവനാന്ത കാലം സിനിമയിൽ അഭിനയിക്കാൻ പാടില്ലെന്നും പുറത്ത് മറ്റേ ഇതുപോലത്തെ പരിപാടിക്ക് ഇറങ്ങരുതെന്ന് ഇവര് ബാൻ ചെയ്യുമോ? അങ്ങനെ ചെയ്യുമോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇയാൾ സിനിമയിൽ പ്രവർത്തിക്കാനേ പാടില്ലാത്ത ആളാണ്. സിനിമാ രംഗത്ത് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്ന ഒരാള് എടുക്കാൻ പാടില്ല. ഒരു കുറച്ച് വെള്ളം ഒരു കാരണത്ത് കൊണ്ട് വലിയ അപകടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആരും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അയാളുടെ ലൈസൻസ് ആജീവനാന്ത കാലം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇയാളെ എന്ത് നടപടിയായിരിക്കും എടുക്കാൻ പോകുന്നത്? അതെങ്കിലും ഒന്ന് ചെയ്യും, ഒന്ന് പറ, അറ്റ്ലീസ്റ്റ് ഒന്ന് പറ. എന്ത് ഇത്? നാണക്കേട്. അല്ല, ഈ ആൾക്കാർ പിടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഇവരെന്തെടുക്കും പിന്നെ? പക്ഷേ ഇതുള്ള ഇപ്പൊ ഇവിടെ ലുക്കൌട്ട് നോട്ടീസ് ഇട്ടു. ഇവിടെ ഒരു സാധാരണക്കാരൻ ഇയാളെ കണ്ടാല് അയാൾ എന്തോ ചെയ്യാനാ? ഇവിടെ പോലീസിന് പിടിക്കാൻ പറ്റാത്ത ഒരാളെ നമ്മൾ സാധാരണക്കാരൻ കണ്ടാൽ റെസ്പെക്ട് ചെയ്യണ്ടേ? ഇവിടെ നമ്മൾ പേടിക്കത്തില്ല ഇയാളെ കണ്ടു കഴിഞ്ഞാൽ. പേടിച്ചിട്ട് ഇങ്ങനെ കണ്ണൊക്കെ പൊത്തി ഇങ്ങനെ ഇരിക്കണം. ഞാനൊന്നും കണ്ടില്ല, കുഴിയിലൊക്കെ പോയി വീഴുവോ എന്തുവേണേ ആയിക്കോ. പക്ഷെ കാണാൻ പാടില്ല, ആളെ മിണ്ടാനും പാടില്ല. അതാണ് അതിന്റെ കറക്റ്റ് രീതി. കേരള പോലീസ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ഫോഴ്സിന് കണ്ടു കിട്ടാത്ത ഒരാളെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയണേ? ഒന്ന് ആലോചിച്ച് എങ്ങനെ പറയാൻ പറ്റും? അയാൾ എന്തെങ്കിലും ചെയ്താലോ? നമ്മളെ പോലുള്ളവരൊക്കെ എന്തുവേണേ ചെയ്യരുതോ? നമ്മളാണ് സാധാരണക്കാരാ, പെറ്റിയടിക്കുന്ന ആൾക്കാരാ, മനസ്സിലായി? നമ്മളെ പെറ്റി കടക്കുന്ന ആൾക്കാരാ. വഴിയിലൊക്കെ പാത്ത് നിന്ന് പിടിക്കുമ്പോൾ അയ്യോ എന്തോ സാധനം പറ്റി, സീറ്റ് വിളിച്ചാൽ പ്രശ്നം, കള്ളു പിടിച്ചാൽ പ്രശ്നം, ഊതിക്കല്, തൂറിക്കല്,
എന്തൊക്കെയാ നടക്കുന്നത് ഇവിടെ? ഇപ്പൊ ഇനിയിപ്പോ വള ഇടുന്നുണ്ടോ നോക്കുന്ന പരിപാടി അറേഞ്ച് ചെയ്തോണ്ടിരിക്കുക, സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കാൻ വേണ്ടി. വണ്ടിയുടെ പുറകെ ഇരുന്നാലും വള ഇടുന്നു. ആ എന്തോ ഒരു സംഭവം അങ്ങനെ ഉണ്ടോ അതല്ലേ? വള ഇടുന്നതിന് അടിച്ച് ഇവിടെ ഭയങ്കര പരിപാടിയാണോ ഈ പാവപ്പെട്ടവരെ കിട്ടണം. പക്ഷെ കാശില്ലാത്തവരെ കിട്ടും അർമാദിക്കുക. ഫ്രസ്ട്രേഷൻ ഉണ്ടോ ഇവർക്ക്? ഈ പോലീസ് ഫോഴ്സിലുള്ളവർക്ക് ഒന്ന് കൗൺസിലിംഗ് നിർബന്ധമാക്കണം കേട്ടോ. കാരണം ഫ്രസ്ട്രേഷൻ ഉണ്ട്. കാരണം ഇവരൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സംവിധാനം വെച്ചിട്ട് അല്ല എന്നാലും ഒന്ന് ആലോചിക്കുള്ളൂ. എന്നാൽ പാവപ്പെട്ട രാജ്യത്തിന് കയറുന്നത് അത് ഫ്രസ്ട്രേഷൻ മാറ്റുന്നില്ല. തീർക്കാൻ അവിടെ പോകും. നടക്കാൻ പറ്റില്ല. വീട്ടിൽ അതും പ്രശ്നമായി. പെണ്ണുങ്ങളൊക്കെ തൊട്ട് കഴിഞ്ഞപ്പോ വിവരം അറിയാം. അതുകൊണ്ട് ഇപ്പൊ വേറെ ഇതുപോലുള്ള വല്ല ബംഗാളിയോ ഇനിയിപ്പോ ബംഗാളിലൊക്കെ വെച്ചത് കയറുമായിരിക്കും അല്ലേ? മലയാളികളെ അങ്ങനെ പുറത്തിറങ്ങി നടക്കണമെന്നില്ല. അതുകൊണ്ടാ വേറെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചാടി കയറി ഇടപെടുന്ന. അതുകൊണ്ടായിരിക്കും എന്തെങ്കിലും ചെയ്യേണ്ടി എടുക്കും. വല്ലാത്ത ജീവിതം തന്നെ അല്ലേ? വല്ലാത്ത ജീവിതമായി. ഓച്ചാനിച്ച് നിൽക്കുക, സാറേന്ന് വിളിക്കാൻ അല്ല ബാക്കി എല്ലാവരും ഇടപെടാന്ന് വിളിക്കും. അവരെ കാണുമ്പോ സാറേന്ന് വിളിക്കും. എന്താടാ ആലൈന അസ ഇവരെ കാണുമ്പോ സാർ അത് നിൽക്കുന്ന കാണും ഇങ്ങനെ ചുരുങ്ങി. മോഹൻലാലൊക്കെ പോകുമ്പോൾ കാണും അങ്ങ് ചുരുങ്ങി. ഇവനാരാ? ഒരു സിനിമ ആണ് ഈ സിദ്ധിക്കാരാ സിനിമയിൽ അഭിനയിക്കുന്നവൻ. പോലീസിന്റെ അത്ര റെസ്പെക്ട് നമ്മൾ അവന് കൊടുക്കാറില്ല. ഞങ്ങൾ കൊടുക്കാറില്ല. ഉള്ള കാര്യം പറയാമല്ലോ. പോലീസിനും പട്ടാളത്തിനും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാർക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കും. വല്ല സാമൂഹ്യ പ്രവർത്തനമാണ് അയക്കും കൊടുക്കും. അല്ല സിനിമയാണെങ്കിലും പാട്ടുകാരനും അത്രയ്ക്ക് അങ്ങോട്ട് പൊക്കാറില്ല. കൊള്ളാം, നമുക്ക് താല്പര്യമുള്ള ആളാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ പോലീസിനെ കാണുമ്പോൾ ഞങ്ങളാരും ഈ മോഹൻലാലെ കാണുന്ന ഈ പോലീസ് അപ്പം ചെന്നിട്ട് ഈ മോഹൻലാലിന്റെ അടുത്ത് ഓച്ചാനിച്ചിരിക്കുന്നത്. അല്ല ഇവന്മാർ വരുമ്പോൾ ഇവരെന്തിനാ ഓച്ചാനിച്ചിരിക്കുന്നത്? നാണം ആവുന്നില്ല ഇവരുടെയൊക്കെ മുന്നിൽ? ഇങ്ങനെ നിൽക്കാൻ തന്നെ നാണം ആവണം. നമുക്ക് നാണക്കേടാ കേട്ടോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. ഉള്ള കാര്യം പറയാമല്ലോ. ഇതുപോലത്തെ കുറെ സിനിമാടന്മാർ വരുമ്പോൾ ഇവർ കിടന്ന് മെഴുകും. എന്നാണ്ട് പോലെ ആവും. അതെന്തിനാ? എടാ ഇതൊന്നും നമുക്കില്ലല്ലോ ഇവിടെ. ഞങ്ങൾ പെറ്റി അടയ്ക്കുന്നവർക്കില്ലല്ലോ ഇത്ര ബുദ്ധിമുട്ട് അവനെ കാണുമ്പോൾ. നമ്മളും പൈസ കൊടുക്കുന്ന അവരും എല്ലാവരും പൈസ കൊടുത്തിട്ട് തന്നെ സിനിമ കാണുന്നത്. പിന്നെ എന്താ പോലീസിന് മാത്രം ഒരു പ്രത്യേക വണക്കം ഇവരെ കാണുമ്പോൾ? വേറെ അധികം പേര് അങ്ങനെ വണങ്ങാറില്ല. ഏത് സിനിമാ പ്രവർത്തകർ വണങ്ങുമായിരിക്കും കാണുമ്പോൾ ഇങ്ങനെ. പക്ഷെ അവര് പോട്ടെ, അവർ ആ ഏരിയയിലുള്ളവർ ആ ഗതികേടാന്ന് വിചാരിക്കാം. പക്ഷെ ഈ പോലീസിന് എന്തിന്റെ ഗതികേടാ ഇമാരെ കാണുമ്പോൾ ഇത്ര ഓച്ചാനിക്കേണ്ട ആവശ്യം? ഈ നാട്ടിലൊരു പ്രത്യേകതയാണ്. ഇവിടെ ഈ സിനിമ എന്ന് പറഞ്ഞാല് കുറച്ച് ഭയങ്കര പരിപാടിയോടെ സിനിമ കണ്ടിട്ടാണ് ആൾക്കാർ അതൊക്കെ റിയൽ ലൈഫ്. അങ്ങനെ ഇമാര് ഡോക്ടർമാരെ കാണുമ്പോൾ അതിൽ കൂടുതൽ റെസ്പെക്ട് ചെയ്യണമല്ലോ. അത് ബോധം വെളിയുള്ള മനുഷ്യരുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇത് അതല്ല. പോലീസുകാർ ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരാണല്ലോ. ഞാൻ പറയാം ആദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ആശുപത്രിയും ഡോക്ടർമാരും അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവരുത്. കാരണം ജീവൻ വെച്ച് കളിക്കുന്ന ഒരു ഏരിയയാണ്. അവർ ഇല്ലാന്നെങ്കിൽ പലർക്കും ജീവൻ നഷ്ടപ്പെട്ടേനെ. അത് പോലീസിനും നഷ്ടപ്പെട്ടേനെ, ഈ പറഞ്ഞ മോഹൻലാലിനും നഷ്ടപ്പെട്ടേനെ. അതും പ്രത്യേകിച്ച് മറ്റേ നിയമ കമ്മിറ്റി വന്നപ്പോൾ ആശുപത്രി അഡ്മിറ്റായ വാർത്തയാ. പനിയൊക്കെ വരുമ്പോൾ ചികിത്സിക്കാൻ ഡോക്ടർമാർ വേണ്ടേ? അപ്പൊ ഏറ്റവും കൂടുതൽ അവിടെ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലൊരു സെറ്റപ്പ് വെച്ചിട്ട് പോലീസുകാർ തന്നെയാണ് എന്തെങ്കിലും ആവശ്യം വന്നാൽ. എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയോ രോഗം, അല്ലെങ്കിൽ ഒരു അക്രമം, അല്ലെങ്കിൽ ഒരു സുരക്ഷാ ബുദ്ധിമുട്ട്, എന്തെങ്കിലും സുരക്ഷയില്ലാത്ത അവസ്ഥയ്ക്ക് എന്താ അത് ആ സാധനം ഉണ്ടായാല്, പിന്നെ ഫയർഫോഴ്സ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം സിനിമ വരുന്നുള്ളൂ. നേഴ്സും ഒരു ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറും എല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്റെ ജീവിതത്തിൽ എനിക്ക് അവരൊക്കെ എന്റെ ആവശ്യത്തിനുള്ള ഓട്ടോ ഓടിക്കുന്നവരും. കാരണം എനിക്കൊരു ആവശ്യം വന്നു, വഴി വീണ ഈ മോഹൻലാലൊന്നും വന്നെടുക്കത്തില്ലല്ലോ എന്നെ ഒരു ഓട്ടോക്കാരനായിരിക്കും എടുത്തോണ്ട് പോകുന്നത്. അപ്പൊ നമ്മൾ അവരോട് കൂടുതൽ താല്പര്യം. ഞാൻ അവരോട് കുറച്ചും കൂടി നമുക്ക് അടുത്ത് ഇടപെടേണ്ടി വരും. ഇടപെടണം, അങ്ങനെയാ വരുന്നത്. പിന്നെ ഹോട്ടലിലൊരു വീട്ടിൽ നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്, പരിചയക്കാരനാണ്, എല്ലാ ദിവസവും ഫുഡ് എടുത്ത് തരുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങനെ ഒരു പരിചയം. ഇവനെ ഈ പോലീസുകാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ശരിക്കും അറിയാൻ വേണ്ടൊക്കെ? നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ട് തരുന്നുണ്ടോ? ഇവനെയൊക്കെ റെസ്പെക്ട് ചെയ്യാൻ നടക്കുമോ? എനിക്ക് ഇവരെ കാണണ്ട, സിനിമ കണ്ടാ പോരെ. എനിക്ക് മനസ്സിലായി, വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ ഇവിടെ. ഇതൊക്കെ കണ്ടുള്ള എന്റർടൈൻഡ് ആവുന്നത്. സിനിമാക്കാരാണെങ്കിലും അല്ല സോറി പോലീസുകാരാണെങ്കിലും എന്റർടൈൻമെന്റ് ഓക്കെ, അത് കഴിഞ്ഞു. ഇവിടെ അങ്ങനെ കഴിയില്ല. ആരാധന അങ്ങ് മൂത്തിട്ട് അങ്ങ് നടക്കുക, നാണം ഇല്ലാതെ. കാക്കി ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കരുത്. അയാളാണ് അങ്ങനെ പറഞ്ഞല്ലേ? അതുകൊണ്ട് എല്ലാവരും മാസാന്ന് പറഞ്ഞത്. സുരേഷ് ഗോപി പറഞ്ഞ അന്നായിരുന്നു. ഇല്ല അതും മാസാന്ന് പറഞ്ഞ പൊട്ടന്മാര് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരും. എനിക്ക് എന്നെ നോവില്ല. പിന്നെന്താ ബാക്കി എന്താണ്? കൂട്ടത്തിലിരുത്തിനെ തെളിച്ചേച്ചാലും നിനക്ക് നോവില്ല. എങ്ങനെ വെള്ളക്ക് കൊണ്ട് അഭിനയിപ്പിക്കുന്ന ആളാണല്ലോ സുരേഷ് ഗോപി. കവളല്ല, നിനക്കൊന്നും നോവില്ല. ഇത് പുലിങ്ങൂടെ ഇത് കിടന്നു. ഇങ്ങനെ നമുക്ക് ഇത്രയേ ഉള്ളൂ മാസം. മറ്റേത് ഇങ്ങനെ ഇങ്ങനെ കിടന്ന് കളിക്കുമല്ലോ, ഒരു ഓളവാ. പിന്നെ ഇവിടെ ഭയങ്കര പാടാ. കൂട്ടത്തിൽ നടത്തുന്ന തല ചതച്ചാളം നിനക്കൊന്നും നോവാ. പക്ഷെ അളയ മറ്റേ അളയനാണെങ്കിൽ കുറച്ച് രസമായിരിക്കും കേട്ടോ. മമ്മൂട്ടിയാണ് അപ്പൊ തന്നെ കളിപ്പിച്ച് അമർച്ചെന്ന് അല്ലേ? കാണാനുണ്ട്. നിനക്കൊന്നും നോവില്ല. ആക്കിട്ട് കയ്യോ ഞാൻ കൂടുതലും തെളിച്ചാലും നിനക്കൊന്നും നോവില്ല. ഒറ്റ സാധന. ഓ അപ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്നവർക്ക്
പേടിച്ചു കണ്ടോണ്ടിരിക്കുന്നവർക്ക് പേടിച്ചു. പക്ഷെ മറ്റേ അതല്ല, അത് തിരിഞ്ഞൊക്കെ വരും പുള്ളി വേണം ഇത് പറയാൻ വേണ്ടിട്ട്. ഇങ്ങനെ ഒറ്റ വരവായിരിക്കും, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സ്ക്രീനായിട്ടൊക്കെ ഒരു വരവുണ്ട്, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. അത് മ്യൂസിക് വേറെ ആയിരിക്കും, മറ്റേ ശിവന്റെ മ്യൂസിക് വരും അതിൽ. എന്താന്ന് കാക്കിയിട്ടവന്റെ നേരെ കൈയൊക്കെയാ നിനക്കൊന്നും നോവില്ല. കൈ എങ്ങനെയൊക്കെ കിടക്കും, ഇങ്ങനെയൊക്കെ നിനക്കൊന്നും നോവില്ല. കൂട്ടത്തിലൊരുത്തനെ തള്ളിച്ചാലും നിനക്ക് നോവില്ല. കൂട് 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 ഞാനും നീയും നരസിംഹം, അവനും ഇവനും നരസിംഹം. പുതിയ പാട്ടുണ്ട്. അപ്പൊ ശരി, ബൈ. ഇനി ഇൻസേർട്ട് ചെയ്യണമല്ലോ, SD കാർഡ് ഇൻസേർട്ട് ചെയ്യാനില്ല, എന്ത് ചെയ്യും? ക്യാമറ അടിയിൽ പോയി. ശരി എന്നാ.